നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പാകിസ്ഥാന് മരണമെന്ന് മുദ്രാവാക്യം വിളിച്ച് മുസ്ലിങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചു. ഹൈദരാബാദിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ മുസ്ലിങ്ങൾ രംഗത്ത് വന്നത്. പ്രാർത്ഥനയ്ക്കിടെ അവർ കൈകളിൽ കറുത്ത ബാൻഡ് കെട്ടി പ്രതിഷേധിക്കുകയും ചെയ്തു. ഭീകരതയ്ക്കെതിരായ പ്രതീകാത്മക സന്ദേശവും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോടുള്ള അനുശോചനത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രകടനമായിരുന്നു ഈ കറുത്ത വര. AIMIM പാർട്ടി നേതാവും ഹൈദരാബാദി MP-യുമായ അസദുദ്ദീൻ ഒവൈസി ശാസ്ത്രിപുരം പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് മുൻപ് വിശ്വാസികൾക്ക് കറുത്ത ബാൻഡ് വിതരണം ചെയ്തു. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അദ്ദേഹം ശക്തമായി അപലപിക്കുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് തന്റെ അഗാധമായ അനുശോചനം അറിയിക്കുകയും ചെയ്തു. കാഞ്ചൻബാഗിലെ OHRC ക്യാമ്പസിൽ AIMIM നിയമസഭാ കക്ഷി നേതാവ് അക്ബറുദ്ദീൻ ഒവൈസി കറുത്ത ബാൻഡ് ധരിച്ച് പ്രാർത്ഥന നടത്തി. മുസ്ലിം സമൂഹം കറുത്ത കൈത്തണ്ട ധരിച്ച് പ്രാർത്ഥന നടത്താനും ഭീകരതയ്ക്കെതിരെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ആഹ്വാനം ചെയ്ത അസദുദ്ദീൻ ഒവൈസിയുടെ നടപടിയുടെ ഭാഗമായിരുന്നു ഇത്. നഗരത്തിലെ നിരവധി പള്ളികളിൽ പ്രാർത്ഥനയ്ക്കിടെ തീവ്രവാദികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. ഇസ്ലാമിൽ തീവ്രവാദത്തിന് സ്ഥാനമില്ലെന്ന് ഇവർ പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും സമാധാനത്തിന് എതിരാണ്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം മക്ക മസ്ജിദ് ചാർമിനാറിൽ നിന്ന് മദീന ബിൽഡിംഗിലേക്ക് പ്രതിഷേധ റാലിയും നടന്നു. ഇന്ത്യ നീണാൾ വാഴട്ടെ, പാകിസ്ഥാന് മരണം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രതിഷേധക്കാർ ഭീകരാക്രമണത്തിനെതിരായ തങ്ങളുടെ രോഷം പ്രകടിപ്പിച്ചത്. ഭീകരതയ്ക്കെതിരെയും ഇരകൾക്ക് പിന്തുണയുമെന്ന മുദ്രാവാക്യം എഴുതിയ പ്ലക്കാർഡുമായാണ് പ്രതിഷേധക്കാർ എത്തിയത്.